ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും LSS പരീക്ഷ സഹായിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ആദ്യമാണ് നിങ്ങൾ കാണുന്നെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ ചോദ്യം, പ്രശസ്ത ആട്ടകഥയായ നളചരിതം അടിസ്ഥാനമാക്കി അവതരിപ്പിക്കുന്ന കലാരൂപം ഏത്? ഉത്തരം കഥകളി. നാടൻ പദങ്ങൾ ധാരാളം ഉപയോഗിച്ചുള്ള രചന, താരാട്ടുപാടി, നീണം, ഭാഗവതത്തിനടുത്ത കഥ, ഈ വിശേഷണം ഏത് സാഹിത്യകൃതിയാണ് കൂടുതൽ യോജിക്കുക? ഉത്തരം കൃഷ്ണഗാഥ. അങ്കണ തൈമാവലിൽ ആദ്യത്തെ പാഠം എഴുതി അമ്മതൻ നേത്രത്തിൽ നിന്ന് മുതിർന്നു ചുടുകൊണ്ടേർ. ഇവിടെ അംഗം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? മുറ്റം. പൊന്നണിയും തിരിച്ചെഴുതുക. പൊന്നിൽ പ്ലസ് അണിഞ്ഞു. 1878 പൊന്നാനിയിൽ ജനിച്ചു. സാഹിത്യമന്ത്രി രചിച്ചു. കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. പ്രസ്ഥാനങ്ങൾ ഏത് കവിയെ കുറിച്ചുള്ളതാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. താഴെ കൊടുത്ത പദങ്ങൾ ശരി എഴുതിയ പദം എഴുതുക. ഓപ്ഷൻ എ ശൃംഗം. താഴെ കൊടുത്ത പഴഞ്ചൊല്ലുകളിൽ ഒന്ന് കൂട്ടത്തിൽ കൂടാത്തതാണ്. അത് കണ്ടെത്തി എഴുതുക. ഒരുമ തന്നെ പിരിമ, ഒരുത്തനെ പിടിക്കുകയിൽ കരുത്തിനെ പിടിക്കണം. ഒത്തുപിടിച്ചാൽ മയം പോലും, ഒരുമുണ്ടെങ്കിൽ ഒരുത്തമേലും കിടക്കാം. ഉത്തരം ഒരുത്തനെ പിടിക്കുകയിൽ കരുത്തനെ പിടിക്കണം. പെണ്ണ്, അമ്പരം, ഗാനം ഈ കൂട്ടത്തിലേക്ക് ചേർക്കാവുന്ന മറ്റൊരു പദം ഏത്? ധര, വനം, ഗാനം, വാനം. ഉത്തരം വാനം. മാൻപ് എന്ന പദത്തിന്റെ അർത്ഥം? ഉത്തരം അഴക്. വെള്ളപൂശുക എന്ന ശൈലിയുടെ അർത്ഥം? സത്യാവസ്ഥ മറച്ചു പിടിക്കുക. അജന്തലം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. ചഞ്ചലം. മാറ്റി എഴുതാം. ഗുരു ശിഷ്യന്മാർ. ഗുരുവും ശിഷ്യനും. കവി കുട്ടമത്തിന്റെ മുഴുവൻ പേരെന്ത്? കുട്ടമത്ത് കുഞ്ഞിയൂർ കുഞ്ഞികൃഷ്ണകുറുപ്പ്. വെള്ളകീറി എന്ന പ്രയോഗത്തിന് അർത്ഥം എന്ത്? പ്രഭാതമായി. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്? കുഞ്ചൻ നമ്പ്യാർ. ഒരമ്മ പെറ്റ മക്കളെല്ലാം തുപ്പിക്കാർ എന്ന കടങ്കഥയുടെ ഉത്തരം? അടയ്ക്ക. ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.